ഏതായാലും വളരെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പാലക്കാട് ചാമിയച്ചൻ എന്നറിയപ്പെടുന്ന കുമരേശൻ വടവന്നൂർ അദ്ദേഹത്തിന് എൻ്റെ അമ്പലത്തിന്റെ പേരിൽ തിരുദേവർ പഴനി മുരുകൻ ടെമ്പിൾ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും താങ്കൾ അത് വിശിഷ്ട അതിഥിയാണ്. ഏതായാലും താങ്കൾക്ക് 4 നില അഭിവൃദ്ധി വരട്ടെ. താങ്കൾക്ക് സരസ്വതി ദേവി നാവിന് വിളയാടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഒരുപാട് മേൽക്ക് അഭിവൃദ്ധി വന്ന് എല്ലാവരുടെ പേരും പ്രശംസയും അടിച്ചു പറ്റട്ടെ എന്ന് ഞാൻ ഈ മുരുകന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ പാലക്കാടൻ ചാമിയച്ചൻ കുമരേശ് വടവന്നൂരാണ്. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രസിദ്ധമായ കൂത്താണ്ടം വേല കഴിക്കുന്ന അമ്പലത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധമായ കൂത്താണ്ടം വേലൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. TMR കുട്ടി എന്ന ഗുരുനാഥൻ്റെ പ്രിയപ്പെട്ട പുത്രനുണ്ട്, നമ്മുടെ മുരുകദാസ് കുട്ടിസ്വാമി. അപ്പോൾ സ്വാമിനെ കണ്ട് അപ്പോൾ കൂത്താണ്ടം വേല കഴിക്കുന്നതിൻ്റെ ഒരു ആശംസ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാമി ഇതാ എൻ്റെ അടുത്തുണ്ട്. സ്വാമി, വളരെ സന്തോഷം കാണാൻ വന്നില്ല, എനിക്ക് നേരിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷമായി. ഇറങ്ങാൻ നിൽക്കുകയാണില്ലേ? നിങ്ങളുടെ പാലക്കാടൻ ശൈലിയുണ്ട്. അത് നമ്മളെ കേരളം മാത്രമല്ല, പല വീട്ടിൽ ഇപ്പൊ വന്ന് ഒരുപാട് പ്രാവശ്യം താങ്കളെ കണ്ട് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്നൊരു ഈ വേല സംബന്ധിച്ചിട്ടൊന്ന് താലപ്പൊലി ദിവസം താങ്കൾ ഇവിടെ വന്നതില് വളരെ സന്തോഷമുണ്ട്. താങ്കൾക്ക് നല്ലതാണ്. ഏതായാലും കൂത്താണ്ട വേല പറയുന്നത് ഒരു വേലയുടെ വേല മാത്രമല്ല, ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിയുള്ള വേലയാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം മാത്രമേ ഇരാവാൻ കൂത്താണ്ട പറയും. അത് നാഗകന്യയിൽ ഉലൂബിയിൽ ജനിച്ച അർജുനന്റെ മകന്റെ ഒരു ക്ഷേത്രം കേരളത്തിൽ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു കാര്യത്തിനാണ് ചാമിയച്ചനും അതിലോട്ട് നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ആ ഒരു ക്ഷേത്രത്തിന്റെ ഇതിൽ ഇവിടെ വഴിപാട് നടന്നുള്ളിൽ വഴിപാടാണ്. ഇവിടെ എല്ലാം കാര്യം സാധിക്കണം, അവരുടെ സന്താന ലബ്ധിക്കും, അവരുടെ ബിസിനസിനും, അവരുടെ എല്ലാ കാര്യത്തിനും ഇവിടെ നടന്നുള്ളിൽ വഴിപാട്. അങ്ങനത്തെ ഒരു വഴിപാട് കൂടി ഇവിടുത്തെ ആചാരങ്ങളെ കൊണ്ട് പറഞ്ഞു ഒരു ദിവസം മതിയാവില്ല. അത്രയും കൂടുതൽ ഒരു ദിവസമല്ല, ഒരുപാട് അനുഷ്ഠാനങ്ങൾ ഓരോ ദിവസം ഓരോ പരിപാടികളാണ്. അത് വേല തുടങ്ങിയ തൊട്ട് ഓരോ നമ്മുടെ വീട്ടുകാരുണ്ട്, ഓരോ തറവാടുകാരുണ്ട്. ഓരോ തറവാട്ടുകാരുടെ വിളക്കുകള്, വിശേഷാൽ വിളക്കുകൾ, അതിന്റെ പ്രൗഢി, അതുപോലത്തെ കലാ പരിപാടികൾ, അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് തുടങ്ങി. ഇന്ന് താലപ്പൊലിയാണ്, നാളെ വേല. വേലയോടനുബന്ധിച്ചാണ് കമ്പം കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്. കമ്പം കൊണ്ടുവരുന്നത് അത് കണക്കർ സമുദായമാണ് കമ്പം കൊണ്ടുവരുന്നത്. ആ കമ്പത്തിൽ ഏറ്റിട്ട് വെച്ച് കമ്പം ഇറക്കി അവിടെ നാട്ടിയ ശേഷമാണ് വൈകുന്നേരം കമ്പത്തിൽ ഏറ്റിട്ടാണ് ഭഗവാനെ കണ്ട്. ഇതൊരു കഥ, ഒരു മഹാഭാരത കഥയുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ മഹാഭാരത കഥ ഇപ്പോഴും പാരായണം ചെയ്യുന്നുണ്ട്. അത് ശരി. അത്രയും എന്താ പറയാ, അത്രയും കേരളത്തിലെ ഏക ഇരവൻ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൊല്ലങ്കോട് പനങ്ങാട്ട് പിന്നെ ഇരവൻ ക്ഷേത്രമാണ്. കൂത്താണ്ടൻ വേല മഹോത്സവമാണ് അതിഗംഭീരമായി നാളെ ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്വാമിനെ കണ്ട് 2 വാക്ക് ആശംസ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാമിനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പോ ലോകപ്രസിദ്ധനായിട്ടുള്ള TMR കുട്ടി എന്ന ഗുരുനാഥന്റെ പ്രിയപ്പെട്ട മകന്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ചാമിയച്ചന്റെയും കുമരേഷ് വടവന്നൂരിന്റെയും സ്നേഹം നിറഞ്ഞ കുടുംബത്തിനും അതുമാത്രം ഇവിടെ ഈ വേലയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ആശംസ. അപ്പൊ എല്ലാവർക്കും ആശംസ. വേലയ്ക്ക് പങ്കെടുക്കുന്ന മാത്രമല്ല, ഇത് വേല മാത്രമല്ല, ഒരു ദൈവികമായിട്ടുള്ള ഒരു ആചാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പരിപാടിയിലിട്ടോ നമ്മൾ ഈ വിശദമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സന്തോഷം. നമസ്കാരം. ഏതായാലും വളരെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പാലക്കാട് ചാമിയച്ചൻ എന്നറിയപ്പെടുന്ന കുമരേശൻ വടവന്നൂർ അദ്ദേഹത്തിന് എൻ്റെ അമ്പലത്തിന്റെ പേരിൽ തിരുദേവർ പഴനി മുരുകൻ ടെമ്പിൾ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും താങ്കൾ അത് വിശിഷ്ട അതിഥിയാണ്. ഏതായാലും താങ്കൾക്ക് 4 നില അഭിവൃദ്ധി വരട്ടെ. താങ്കൾക്ക് സരസ്വതി ദേവി നാവിന് വിളയാടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഒരുപാട് മേൽക്ക് അഭിവൃദ്ധി വന്ന് എല്ലാവരുടെ പേരും പ്രശംസയും അടിച്ചു പറ്റട്ടെ എന്ന് ഞാൻ ഈ മുരുകന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. ശ്രീ മൂകാംബയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. മുരുകന്റെ